ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലായ ഗോ ഗ്രീൻ പ്ലാൻ ലവറിലേക്ക് സ്വാഗതം. ഞാൻ അണിമ. ഇന്നത്തെ വീഡിയോ നമ്മുടെ യെല്ലോ ഫ്ലവേഴ്സ് തന്നെ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറച്ച് പേര് വിരിയാത്തതൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ വിരിഞ്ഞവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിൻ്റെ പനീർ റോസാണ് കേട്ടോ. ഇതിലിപ്പോൾ രാവിലെ ആയതുകൊണ്ട് നിറച്ചും തേനീച്ചകളാണ്. ഇത് എൻ്റെ യെല്ലോ സിംഗിൾ പെറ്റൽ. ഇതൊരു സ്റ്റാർ ഷേപ്പിലുള്ളതാണ്. ഇതും വിരിയുമ്പോൾ നല്ല ബഞ്ചായിട്ടൊക്കെ തന്നെ വിരിയും. പക്ഷെ അങ്ങനെ പെട്ടെന്നൊക്കെ വിരിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇവരെയൊക്കെ ഞാനന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതൊന്നും വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ മൊട്ടായിട്ട് നിൽക്കിയിരുന്നു. ഇതിപ്പോ കണ്ട, ഇത് പ്രൂൺ ചെയ്ത ഭാഗത്തൊക്കെ ഫ്ലവറായി. ഇത് നല്ല ബെഞ്ചായിട്ട് ഇതിൻ്റെ ഇങ്ങനെ ലാസ്റ്റ് ഇതിൻ്റെ പെറ്റൽസിൽ ഇതിങ്ങനെ ഒരു ഷെയ്ഡും കൂടി ഉണ്ട്. അങ്ങനത്തെ ഒരു പ്രത്യേക ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. ഇതിപ്പോൾ ഈ മഴ പെയ്തപ്പോൾ ഇങ്ങനെ ചീത്തയായി പോയതാണ് കേട്ടോ. ഇത് അന്ന് കാണിച്ചതാണ്, ഇതും കാണിച്ചതാണ്. ഇതും ഒരു യെല്ലോ ഷെയ്ഡ് മെറൂണാണ്. പിന്നെ ഇതും ആദ്യം പിരിഞ്ഞതൊക്കെ പോയി, ഇത് പിന്നെ വന്നേക്കണതാണ്. പിന്നെ ഇതും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ താൻ ഗ്രാഫ്റ്റ് ചെയ്തെടുത്താന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാറ്റ് ഗ്രാഫ്റ്റ്. പിന്നെ ഇതും ഞാനന്ന് വി ഗ്രാഫ്റ്റ് നമ്മുടെ വീഡിയോ ചെയ്ത് കാണിച്ചില്ല, വി ഗ്രാഫ്റ്റ്. അതിപ്പോ പൂവായതാണ് കേട്ടാ, യെല്ലോ. അത് പിന്നെ ഇതും ഏതാണ്ട് പൂക്കളൊക്കെ തീർന്നു. ഇത് ഇവിടെ ഉണ്ട്, മൊത്തമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇത് ഞാനന്ന് കാണിച്ചിട്ടുള്ളതാണ്. ഇത് ഒരു രസകരമായൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ പെറ്റൽസ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2 ഡബിൾ പെറ്റൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് ഞാൻ വി ഗ്രാഫ്റ്റ് ചെയ്തെടുത്തതാണേ. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ. പക്ഷെ അതിന്റെ പൂക്കൾ നോക്കി നല്ല നിറച്ചുണ്ടാ. ഇതിങ്ങനെയുമാണ് ഇരിക്കണത്. ഇത് നോക്കി നിറച്ചും. അതെന്താ അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. ഇത് കണ്ട, ഇതിലൊക്കെ നിറച്ച് പെറ്റൽസ് ആയിട്ട് വന്നേക്കണം. അതേസമയം ഇത് നോക്കി, ഇതാണ് ഇതിന്റെ മദർ പ്ലാന്റ്. ഇതിലാകെ 2 പെറ്റൽസേ ഉള്ളൂ. പക്ഷെ ഇത് പൂ വിരിഞ്ഞപ്പോ കണ്ട, അതെന്താണ് അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുള്ള. ഒരെണ്ണത്തിനാണെങ്കിൽ കുഴപ്പമില്ല, ഇതെല്ലാം നിറച്ചും ഇത് കണ്ട പെറ്റൽസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ അതെന്താണെന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല. എന്തായാലും സംഭവം കിടുവാണ്. ഇതും അതുപോലെ എൻ്റെ ഒരു യെല്ലോ ഷെയ്ഡുള്ള ആളാണ് കേട്ടോ, യെല്ലോ മെറൂൺ ഷെയ്ഡ്. ഇത് ഒരു സൈഡിലൊക്കെ കണ്ട യെല്ലോ പൂക്കൾ കാണിക്കണമെന്ന് പറയുമ്പോൾ ഇതും കൂടി കാണിക്കണമല്ല, യെല്ലോ ഷെയ്ഡ് വരുന്നതല്ല. ഇത് ഞാൻ താൻ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഒരു ഫ്ലാറ്റ് ഗ്രാഫ്റ്റാണ്. അത് നന്നായിട്ട് ഇവിടെയൊക്കെ ആവശ്യമൊക്കെ ഇട്ടിട്ട്. ഇതും എൻ്റെ വേറൊരു യെല്ലോ ഷെയ്ഡ് തന്നെ ഒരു സുന്ദരിപ്പൂവാണ്. നല്ല രസമില്ല കാണാനായിട്ട്. യെല്ലോ മെറൂൺ ഷെയ്ഡായിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റ് പെറ്റൽസിലൊക്കെ വരുമ്പോഴത്തേക്കുമാണ് ആ മെറൂൺ ഷെയ്ഡ് കയറി വന്നത്. അപ്പൊ അതും നിറച്ച് മുട്ടക്കിയിട്ട്, ഇപ്പൊ സീസണാണല്ലോ. പിന്നെ നമ്മൾ കുറച്ച് ഫെർട്ടിലൈസറും കൂടി ആയി കഴിയുമ്പോൾ നല്ല രീതിയിൽ പൂ കിട്ടുള്ളൂ. പിന്നെ ഇടക്ക് നമുക്ക് ഈ മഴ കിട്ടണതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ആ പൂക്കൾക്കൊക്കെ ഇതിൻ്റെയൊക്കെ പൂക്കളുടെയൊക്കെ ഇത് കണ്ട, ഇതൊക്കെ പെട്ടെന്ന് ഇത് കണ്ട ചീത്തയായി പോണത് ഈ മഴവെള്ളം വീഴുമ്പോഴാണ്. പിന്നെ ഇതും ഇപ്പൊ വിരിഞ്ഞേക്കണ ഒരു ലൈറ്റ് ലാസ്റ്റ് പെറ്റൽസിന്റെ ആ എഡ്ജസ്റ്റിൽ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡൊക്കെ കയറി നിൽക്കുന്നുണ്ട്. അപ്പൊ അതും ഒരു യെല്ലോ ആയിട്ട് കൂട്ടണം. ഇങ്ങനെ ഒരു 3-4 വെറൈറ്റി മെറൂൺ ഷെയ്ഡ്, മെറൂണും യെല്ലോയും കൂടി ചേർന്നൊരു 3-4 വെറൈറ്റി എനിക്കുണ്ട് കേട്ടോ. അപ്പോ എപ്പോഴും പറയാറുള്ള പോലെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ താങ്ക് യു.
താങ്ക് യു ഫോർ വാച്ചിങ്.